ലാളിത്യമാണ് ആത്യന്തിക സങ്കീർണതയെന്ന് ലിയനാർഡോ ഡാവിഞ്ചി ഒരിക്കൽ പറയുകയുണ്ടായി. ആഡംബരരഹിതവും കെട്ടിട സാമഗ്രികളുടെ ഉപയോഗം കുറച്ചും എങ്ങനെ നല്ലൊരു സൃഷ്ടി പണിയാമെന്ന അന്വേഷണവുമായി നാം മുന്നോട്ട് പോവുകയാണ്. അനാവശ്യമായതൊന്നും തൻ്റെ രൂപകൽപ്പനയിൽ നൽകരുത് എന്നാണ് പ്രശസ്ത വാസ്തുശില്പിയായ മിസ് വാൻഡറെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. ലാളിത്യവും വ്യക്തതയും എങ്ങനെ നല്ലൊരു രൂപകൽപ്പനയിലേക്ക് നയിക്കുന്നു എന്ന ധാരണയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വീടിൻ്റെ പ്രത്യേകത. ഏവർക്കും മിയാൽന ഡ്രീം ഹോംസിലേക്ക് സ്വാഗതം. സ്റ്റുഡിയോ ഹൗസ് എന്നാണ് ഈ വീടിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിൽ. 2012 പണി കഴിപ്പിച്ച ഈ വീടിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്ററാണ്. ഫാബ് ആർക്കിടെക്ട്സ് എന്ന സ്ഥാപനമാണ് ഇതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു മാതൃകാ നിർമ്മാണം പോലുള്ള വീടാണിത്. 2 മാത്രകൾ ഇത് ഉൾക്കൊള്ളുന്നു. ഒന്ന്, ഏകാന്തമായ ഒരു കറുത്ത മട്ടുച്ചുവർ മേൽക്കൂരയുള്ള കെട്ടിടം അല്പം കോണ് തിരിഞ്ഞ് ഒരു വെളുത്തു പരന്ന മേൽക്കൂരയുള്ള പെട്ടിയുടെ മുകളിൽ വെച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. കുന്നിൻ ചെരുവടങ്ങിയ ഭൂപ്രകൃതിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ കടന്നുകയറ്റമായി നമുക്കിതിനെ കാണാം. പ്രകൃതിദത്ത സ്ഥലമായ വനത്തെ ലക്ഷ്യമാക്കി മാത്രകൾ തുറക്കുന്നു. ചുറ്റുപാടുള്ള കെട്ടിടങ്ങൾ ശാന്തവും സംക്ഷിപ്തവുമാണ്. എന്നിട്ടും ആ ഭാഗങ്ങളിലേക്ക് യാതൊരു തുറസ്സുകളും നൽകിയിട്ടില്ല. ചെരുവിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർശകർ ഭൂഗർഭ സ്വീകരണ മുറിയിലേക്ക് എത്തുന്നു. അടുത്തു തന്നെയാണ് വിശാലമായ വസ്ത്ര സംഭരണ സ്ഥലവും. ഉന്തി നിൽക്കുന്ന ഗോവണിക്ക് മുകളിലൂടെ പ്രകാശകിരണങ്ങൾ സ്വീകരണ മുറിയിലേക്ക് ഒഴുകിയിറങ്ങുന്നു. പ്രധാന വാതിലിൻ്റെ വലതുവശത്തായിട്ടാണ് കിടപ്പുമുറി സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിക്ക് ആമുഖമായി വലിയ ചില്ല് ജാലകങ്ങൾ ഒരു ഭാഗത്ത് ഇതിനുണ്ട്. 2 ശൗചാലയങ്ങളാണ് ഈ വീടിനുള്ളത്. ഒന്ന് കിടപ്പുമുറിയിൽ നിന്നും മറ്റൊന്ന് സ്വീകരണ മുറിയിൽ നിന്നുമാണ് പ്രവേശന മാർഗം. നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി കുളിമുറി ചില്ലുകൊണ്ടുണ്ടാക്കി കിടപ്പുമുറിയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്നു. കൈവരിയില്ലാത്ത ചവിട്ടുപടികൾ കയറി ഒരു വലിയ മേടയിലേക്ക് എത്തുന്നു. അവിടെ ഇരിപ്പിടം, തീൻമുറി, പാചകമുറി എന്നിവ യോജിച്ച് പ്രവർത്തിക്കുന്നു. പകൽ സമയങ്ങളിൽ കുടുംബം ഏറ്റവും കൂടുതൽ നേരം ചിലവഴിക്കുന്നത് ഇവിടെയാണ്. വലിയ ജനാലകളുള്ള ഭാഗത്ത് പുറത്തേക്കുള്ള ദർശനം വിലക്കുന്ന ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുകളിലത്തെ നിലയിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകളിലെ പ്രകാശം വെളുത്ത മച്ചിലേക്ക് പ്രസരിച്ചു വരുന്നവയാണ്. ഇവ ഉറവിടങ്ങളിൽ നിന്ന് നേരായ പ്രകാശകിരണങ്ങളെ തകർക്കുന്നു. അവയെ വ്യത്യസ്ത ദിശയിലേക്ക് ചിതറിക്കുകയും തിളക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പുറത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായി കരിങ്കല്ല് പരുക്കനായി തകർത്തതും കറുത്ത താർമഷിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ സ്ഥലത്തോടുള്ള ആദരവും പര്യാപ്തതയുമാണ് ഭാവി കെട്ടിപ്പടുത്താനുള്ള ലക്ഷ്യങ്ങൾ. എല്ലാ രൂപകൽപ്പനകളും അതാത് പ്രദേശത്തെയും അതിലെ നിവാസികളെയും ആശ്രയിച്ച് മാത്രം ആയിരിക്കുമ്പോഴാണ് മനോഹരവും വ്യത്യസ്തമായ ഒരു സൃഷ്ടി ജനിക്കുന്നത്. പുതുമയാർന്ന മറ്റൊരു വീടുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.